Hi, welcome back to the channel. So, ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് സീക്കർ വിസ. അതായത് ഒരുപാട് ആളുകൾ ചോദിച്ചൊരു കാര്യമാണ്, നമുക്ക് ഈ രണ്ട് ഓപ്ഷൻ, അതായത് ഒന്നല്ലെങ്കിൽ സ്റ്റുഡന്റ് അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിന്റെ ബേസിൽ വരുന്നതാണോ നമുക്ക് ലീഗലായിട്ട് നമുക്ക് യൂറോപ്പിലെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് ജോബ് സെർച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതുപോലെ തന്നെ മെജോറിറ്റി ഓഫ് ദ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡേയ്സിലുള്ള ടൂറിസ്റ്റ് വിസയാണ് നമ്മുടെ ഏജൻസികൾ നമ്മളടുത്ത് പറഞ്ഞ ഈ വിസയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വന്ന് ജോബ് സെർച്ച് ചെയ്യാം. നിങ്ങൾക്ക് അത് കഴിഞ്ഞ് വൺസ് അത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് ഒരു എംപ്ലോയറെ കണ്ടെത്തിയ ശേഷം നിങ്ങൾക്കത് ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യാം എന്നൊക്കെയുള്ള കഥകളൊക്കെ പറഞ്ഞിട്ടാണ് 3-4 ലക്ഷം രൂപ വാങ്ങി നമ്മുടെ ആളുകളെ ഇങ്ങോട്ട് കയറ്റിവിടുന്നത്. ഇതിന്റെ റിയൽ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പും പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വിസ പിന്നെ അത് കൺവേർട്ട് ആവുന്നില്ല. അത് കൺവേർട്ട് ആവാതെ ഈ പറഞ്ഞ ആൾക്കാർ ഇല്ലീഗൽ ആവും, അല്ലെങ്കിൽ അതേപോലെ ഡിപ്പോർട്ടേഷൻ, അതുപോലെ തന്നെ നേരെ തിരിച്ചു പോകേണ്ട അവസ്ഥ, അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് ഇവിടെ സ്റ്റേ ചെയ്ത് സംഭവം ഏതെങ്കിലും ഒരു കാലത്ത് ചേഞ്ച് ആവും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി നിൽക്കുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം ജോബ് സീക്കർ വിസയാണ്. അതായത് നിങ്ങൾ ഇതുവരെ ഈ ഒരു ഏജന്റിന് കാശ് കൊടുത്തിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് എക്കണോമിക്കലി ഡൗൺ ആണ്, പക്ഷെ എന്നാലും നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾക്ക് ഒരു ജോബ് സീക്കർ വിസ ചെയ്യുന്നതിന് മുമ്പ് അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം, ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് ജോബ് സീക്കർ വിസ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക എന്നതിലായ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ്. അതായത് ഈസി ആയിട്ട് നമുക്ക് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ട് കുറച്ചും കൂടി നമ്മൾ കൊടുക്കുന്ന കാശിന് നമുക്കൊരു റിട്ടേൺ കിട്ടുന്ന രീതിയിലുള്ള രാജ്യങ്ങളും അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കണം മുതലായ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതിൽ ഫസ്റ്റത്തെ ഒരു കാര്യം എപ്പോഴും ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും എക്കണോമിക്കലി വെൽ റിച്ച്ഡ് രാജ്യങ്ങളൊന്നുമല്ല. സാധാരണ ഒരു മിഡിൽ ടൈപ്പ് രാജ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ലോവർ ടൈപ്പ് രാജ്യങ്ങളുണ്ട്, നമ്മളെക്കാളും എക്കണോമിക്കലി ലോ ആയിട്ടുള്ള രാജ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ സൂപ്പർ റിച്ച് ആയിട്ടുള്ള രാജ്യങ്ങളുണ്ട്. സോ എപ്പോഴും നിങ്ങൾ ജോബ് സെർച്ച് വിസ അല്ല ഏത് വിസ എടുത്താലും നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട എക്കണോമിക്കലി കുറച്ചും കൂടി സൗണ്ട് ആയിട്ടുള്ള രാജ്യങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതിൽ നിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും എന്താ പറയാ, നമ്മളെക്കാളും എക്കണോമി ഡൗൺ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉള്ള രാജ്യങ്ങളിലേക്ക് ഇതുപോലെ ജോബ് സീക്കർ വിസ എടുക്കുന്നു. പിന്നെ അവിടെ കിടന്നിട്ട് പിന്നെ ഒരു കഷ്ടപ്പാടാണ് വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് മാറാൻ വേണ്ടി, അതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ കഷ്ടപ്പാടാണ്. സോ നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആയിട്ട് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും, ജസ്റ്റ് ഒരു യൂറോപ്പ് എൻട്രിക്ക് പകരം നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും എന്ന് ഉറപ്പുള്ള രാജ്യങ്ങളിൽ എപ്പോഴും പ്രിഫർ ചെയ്തിട്ട് വേണം. ഇപ്പൊ ജോബ് സീക്കർ വിസ ആയിക്കോട്ടെ, നിങ്ങൾ സ്റ്റഡീസിന്റെ പർപ്പസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്ത് കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങൾ ട്രാവൽ ഒഴിച്ച് വേറെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളെക്കാളും കുറച്ചും കൂടി എക്കണോമിക്കലി സൗണ്ട് ആയിരിക്കണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മളെക്കാളും കുറച്ചും കൂടി സുപ്രീമസിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിലേക്ക് ചൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി സ്റ്റാർട്ടിങ് വിത്ത് എന്താണ് ജോബ് സീക്കർ വിസ? ജോബ് സീക്കർ വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദുബായിലൊക്കെ ഉള്ളത് തന്നെ ഒരു സർട്ടൺ പീരീഡ് ടൈമിൽ നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള നമ്മൾ ഈ ഒരു രാജ്യത്തേക്ക് വന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ജോബ് സെർച്ച് ചെയ്യുകയാണ്. ഇവിടെ ഒരു മെയിൻ ആയിട്ടുള്ള പ്ലസ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജോബ് സീക്കർ വിസ കുറച്ചും കൂടി കിട്ടാൻ എളുപ്പമാണ് ഇഫ് യു ആർ ക്വാളിഫൈഡ്. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു വർക്ക് പെർമിറ്റിന്റെയോ വേറൊരു കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ നമ്മുടെ അക്കോമഡേഷൻ ജസ്റ്റ് എയർപോർട്ടിൽ കാട്ടിയാൽ മതി, എന്നിട്ട് പിന്നെ നമുക്ക് നേരെ ഡയറക്റ്റ് ജോബ് സെർച്ച് ചെയ്ത് തുടങ്ങാം. അതുപോലെ തന്നെ വൺസ് നിങ്ങൾക്ക് ജോബ് ഒരു എംപ്ലോയർ ഐഡന്റിഫൈ ശേഷം ഈ ഒരു വർക്ക് പെർമിറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് വർക്ക് പെർമിറ്റിലേക്ക് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ അതർ ഹാൻഡ് നമ്മുടെ ഏജൻസികൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 90 ദിവസത്തെ ടൂറിസ്റ്റ് വിസ അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ 90 ഡേയ്സ് ഷെങ്കൻ വിസ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ലീഗലി മാറാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം ഓർക്കുക. സോ നമുക്ക് അതായത് ഞാനൊരു ജോബ് സീക്കർ വിസ ചൂസ് ചെയ്യണമെങ്കിൽ മെയിൻ ആയിട്ട് യൂറോപ്പിലേക്ക് 5 രാജ്യങ്ങളാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അതിനുള്ള റീസൺസും കാര്യങ്ങളും ആണ് ഞാനിത് പറയുന്നത്. അല്ലാതെ കണ്ണി കണ്ട എല്ലാ അൽക്കുലത്തെ രാജ്യങ്ങളിലേക്കും കയറി ജോബ് സീക്കർ വിസ എടുത്തു പോകാൻ ഞാൻ ഒരിക്കലും പറയുന്നില്ല. നിങ്ങൾ നോക്കേണ്ട ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ പറഞ്ഞ 5 രാജ്യങ്ങളിലായിരിക്കണം. അതിൽ ആദ്യത്തെ രാജ്യം എന്ന് പറഞ്ഞാൽ ജർമ്മനിയാണ്. ജർമ്മനി ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ജോബ് സീക്കർ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു വർക്ക് പെർമിറ്റിന്റെ ആവശ്യമില്ല. ഇതിന്റെ വിസ കോസ്റ്റ് വരുന്നത് ജസ്റ്റ് 74 യൂറോസ് എന്തോ ആണ് ഇതിന്റെ വിസ ഫീസ് വരുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം ഇതിന്റെ ഡ്യൂറേഷൻ ആണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 6 മന്ത്സ് പീരീഡ് നമുക്ക് ഈ ഒരു വിസയ്ക്ക് കിട്ടും. സോ നമ്മളൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, നമുക്ക് അത്യാവശ്യം നമ്മൾ നാട്ടിൽ നിന്ന് നമ്മൾ ഏതായാലും ജർമ്മനിയാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് വരുന്നതെങ്കിൽ നമ്മൾ അത്യാവശ്യം ഒരു B2 ലെവലോ അല്ലെങ്കിൽ B1 ലെവലോ നമ്മൾ ഒരു ബേസിക് ജർമ്മൻ ലാംഗ്വേജിൽ ഒരു ക്രാഷ് കോഴ്സ് മീൻസ് അത്യാവശ്യം ഒരു ബേസിക് ജർമ്മൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു ജോബ് ഫൈൻഡ് ചെയ്യുക
ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇമ്പോസിബിൾ അല്ല, ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു ഫസ്റ്റ് പ്രിഫറൻസ് അത് കൊടുത്തത്. അതുപോലെ തന്നെ ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളൊരു ബേസിക് ജർമ്മൻ കോഴ്സ് അറ്റൻഡ് ചെയ്ത് ഒരു ഇത് പഠിക്കണം എന്ന് പറഞ്ഞ കാര്യം, നിങ്ങൾ വൺസ് ഇവിടെ വന്നു, നിങ്ങൾക്ക് ഒരു 6 months പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് വിസ കിട്ടിയില്ല, ഐ മീൻ ജോബ് കിട്ടിയില്ല, നിങ്ങൾക്ക് വർക്ക് പെർമിറ്റിലേക്ക് മാറ്റാൻ കഴിഞ്ഞില്ല. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ഒരു ജർമ്മൻ നോളജ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ തന്നെ ഈ അൺഎംപ്ലോയ്മെന്റ് കാർഡ് എന്ന് പറയുന്ന ഒരു പുതിയൊരു ഫെസിലിറ്റി ഉണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ 6 month വിസ ഇവിടെ നിന്നുകൊണ്ട് തന്നെ 1 yearലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ടോട്ടലി ജോബ് സെർച്ച് ചെയ്യാനുള്ള ഒരു പീരീഡ് കിട്ടുന്നത് 1 year ആണ്. അതിനുള്ളിൽ തന്നെ നിങ്ങൾക്കൊരു ജോബ് ഹോപ്പ്ഫുള്ളി, നിങ്ങൾക്ക് ലാംഗ്വേജ് നിങ്ങൾക്കുണ്ട്, അതുപോലെ നിങ്ങൾ ക്വാളിഫൈഡ് ആണ്, അതുപോലെ പിന്നെ എന്ത് പണിയെടുക്കാനും തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ടല്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു ജോബ് ഫൈൻഡ് ചെയ്ത് നിങ്ങൾക്ക് ലീഗലി ഒരു വർക്ക് പെർമിറ്റിലേക്കോ അല്ലെങ്കിൽ വർക്ക് വിസയിലേക്കോ ഈ ഒരു ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി രണ്ടാമത്തെ രാജ്യം പറയുകയാണെങ്കിൽ ഞാൻ ഓസ്ട്രിയയാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം പോലെ തന്നെ നമുക്ക് വർക്ക് പെർമിറ്റിൻ്റെ ഒരു ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫീ വരുന്നത് 150 euros ആണ് ഇതിൻ്റെ ഒരു ഫീ വരുന്നത്. മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 months ഡ്യൂറേഷൻ നമുക്ക് ഇവിടെയും കിട്ടുന്നതാണ്. ഇവിടെ ജോബ് സെർച്ച് സീക്കിംഗ് വിസയിൽ ഇവർ പ്രിഫർ ചെയ്യുന്നത് ഒരു പോയിന്റ് ബേസ്ഡ് സിസ്റ്റത്തിലായിരിക്കും. അതായത് ഒരു സെർട്ടൺ പോയിന്റ്സ് നമ്മുടെ ജോബ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇവിടുത്തെ ആൾക്കാരുടെ ജോബുമായിട്ട് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു പോയിന്റ് സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്താൽ മാത്രമാണ്, അതായത് ഇവരും ഈക്വൽ ആയിട്ട് ഒരു തോന്നിയാൽ മാത്രമാണ് ഈ ഒരു വിസ ഇഷ്യൂ ചെയ്യുന്നത്. പോയിന്റ് സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വെബ്സൈറ്റ് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങളുടെ പ്രൊഫഷൻ വെച്ചിട്ട് തന്നെ. ഇനി ഇവിടെയും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ 6 month വിസ നിങ്ങൾക്ക് 1 yearലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്യാം. അതായത് നിങ്ങൾ ജോബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഹൈലി ക്വാളിഫൈഡ് ആയിട്ട് ഒരാൾ ജോബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ പ്രൊഫഷനിൽ നിങ്ങൾ സൂപ്പറാണ്, കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല നോളജ് ഉണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ജോബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു 6 months പീരീഡിൽ. എന്നിട്ട് നിങ്ങൾക്ക് ജോബ് കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ ഈ പറഞ്ഞ റെഡ് സിസ്റ്റം വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വിസ പീരീഡ് നിങ്ങൾക്ക് കൂട്ടി ഒരു 6 months കൂടി നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ലീഗലി 1 year വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോബ് സെർച്ചിങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ പറഞ്ഞ പോലെ തന്നെ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതൊരു പ്ലസ് സൈഡ് ആയിരിക്കും എപ്പോഴും. പക്ഷെ സ്റ്റിൽ നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു സിസ്റ്റം വഴി നമുക്ക് ഈസി ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ടഫായിട്ടാണെങ്കിൽ പോലും നമുക്ക് ലീഗലായിട്ട് നമുക്ക് ജോബ് സെർച്ച് ചെയ്ത് കണ്ടെത്താവുന്നതാണ്. ഇനി മൂന്നാമത്തെ ഒരു ഓപ്ഷനായിട്ട് വരുന്നത് നമുക്ക് പോർച്ചുഗൽ ജോബ് സീക്കർ വിസയാണ്. പക്ഷെ ഇവിടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ പീരീഡ് കിട്ടുന്നത് 180 days ആണ്, അതായത് ഓൾമോസ്റ്റ് 6 months. അതായത് മുമ്പത്തെ 2 രാജ്യങ്ങൾ നമുക്ക് ഓൾമോസ്റ്റ് 1 year കിട്ടുമെങ്കിൽ ഇവിടെ നമുക്ക് 180 days ആണ് കിട്ടുള്ളൂ. അതിൽ ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് 120 days ആണ് ലീഗലായിട്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് നമ്മൾ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് നമ്മൾ ഇവിടെ വരുന്നത് ലീഗലായിട്ട്. ആ ഒരു പീരീഡിനുള്ളിൽ നമുക്ക് ജോബ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, നമുക്ക് വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ 180 daysലേക്ക് കുറച്ചും കൂടി ഇന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. ഇനി ചാൻസ് നമുക്കത് ജോബ് കിട്ടിയാൽ നമുക്ക് എന്താ പറയാ, നമുക്ക് നേരെ ഡയറക്റ്റ് നമ്മുടെ വർക്ക് പെർമിറ്റും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് നമുക്ക് നേരെ ലീഗലി ബാക്കിയുള്ള പ്രൊസീജിയർ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കിട്ടിയില്ലെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും രാജ്യം വിട്ടു പോരേണ്ടതാണ്. അതുപോലെ തന്നെ വൺസ് ഒരു 1 year ഗ്യാപ്പ് ഇട്ടിട്ട് വേണം രണ്ടാമത് വീണ്ടും ഈ പറഞ്ഞ സെയിം വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ. ആ ഒരു കാര്യം കൂടി ഇവിടെ ഓർക്കേണ്ടതാണ്. ഇതിൻ്റെ ഒരു ഫീസ് വരുന്നത് ഓൾമോസ്റ്റ് 74 euros ആണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പോർച്ചുഗൽ വേണോ ജർമ്മനി വേണോ അല്ലെങ്കിൽ ഓസ്ട്രിയ വേണോ എന്ന് നോക്കുമ്പോൾ ആ ഒരു ഡ്യൂറേഷൻ എന്നൊരു ഫാക്ടർ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. ആ ഒരു ഡ്യൂറേഷന്റെ കൺസിഡറേഷനിലാണ് ഈ 2 രാജ്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞതും ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസയ്ക്ക് വേണ്ടി ഡൗട്ട് വയ്ക്കുന്ന രാജ്യം പോർച്ചുഗലാണ്. അപ്പൊ നമ്മുടെ ഒരു ഡ്യൂറേഷൻ നമുക്ക് അവിടെ ജോലി എടുത്തു വയ്ക്കാൻ നമ്മൾ ആരും അവിടെ ഇല്ലല്ലോ, നമുക്ക് തപ്പി തന്നെ കണ്ടെത്തണം. സോ ഡ്യൂറേഷൻ വലിയൊരു ഫാക്ടറാണ്. അപ്പൊ നമ്മൾ അതും കൂടി കൺസിഡർ ചെയ്യുക നിങ്ങളൊരു ജോബ് സീക്കർ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീഡൻ ആണ് നമുക്ക് നല്ലൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ക്വാളിഫൈഡ് ആയിട്ട്, അതായത് നമുക്കൊരു മാസ്റ്റർ ഡിഗ്രി, മിനിമം മാസ്റ്റർ ഡിഗ്രി PhD ഉള്ള ആളുകൾക്കാണ് ഇവർ ജോബ് സീക്കർ വിസ കൊടുക്കുന്നത്. ഇവർ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്ന ഓൾമോസ്റ്റ് 9 months നമുക്ക് ആ ഒരു ഡ്യൂറേഷനിൽ നമുക്ക് വിസ ലീഗലായിട്ട് നമുക്ക് അവർ പ്രിന്റ് ചെയ്ത് തരും. നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് നേരെ സ്വീഡനിൽ വന്ന് ജോബ് സെർച്ച് ചെയ്യാൻ നല്ലൊരു എംപ്ലോയർ ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് ആ ജോബ് നേരെ വർക്ക് പെർമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. പക്ഷെ
ഇവിടെ ഇത് വരുന്നതിൽ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ് കാര്യങ്ങൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീസ് കുറവാണ്, 1500 ക്രൗൺ മാത്രമാണ് ഫീസ്. പക്ഷേ നമ്മൾ ആ വരുന്ന സമയം മുതൽ നമ്മുടെ ഇൻഷുറൻസ് കവർ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഫണ്ട് മാൻഡേറ്ററി ആയിട്ട് ഇവിടുത്തെ ഗവൺമെന്റിന് പ്രൂവ് ചെയ്ത് കൊടുക്കണം, നമുക്ക് ഇത്രയും ഫണ്ട് ഉണ്ട് നമുക്ക് ഇവിടെ നിൽക്കാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം കവേർഡ് ആണ്. നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ പോലും ഇൻഷുറൻസിൽ നമ്മൾ കവേർഡ് ആയിരിക്കും. ഇവർക്കൊരു ബേർഡൻ ആവുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പ്രൂഫ് ചെയ്യണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, അതായത് അവരുടെ മെയിൻ ക്രൈറ്റീരിയ ആണ് നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ എക്സ്പീരിയൻസ്. ഈ രണ്ട് കാര്യങ്ങളുടെ, അതായത് വിദ്യാഭ്യാസം, എക്സ്പീരിയൻസും, ഫണ്ടിനേക്കാളും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ വിദ്യാഭ്യാസവും. മിനിമം മാസ്റ്റേഴ്സ് ഡിഗ്രി നിർബന്ധമാണ് ഈ സ്വീഡനിലെ ജോബ് സീക്കർ വിസയ്ക്ക്. അതായത് മാസ്റ്റർ ഡിഗ്രി അല്ലെങ്കിൽ PhD ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വിസ, ഒരു ജോബ് സീക്കർ വിസ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടെ ഫണ്ടും വേണേ, അതും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് കിട്ടുന്നതാണ്. 9 months, അത്യാവശ്യം നല്ലൊരു ഡ്യൂറേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ലീഗലായിട്ട് വന്ന് ജോബ് സെർച്ച് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിസ കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു എംപ്ലോയറെ കണ്ടെത്തി നിങ്ങൾക്ക് നിങ്ങളുടെ വിസ കൺവേർട്ട് ചെയ്ത് ലീഗലായിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇനി ലാസ്റ്റത്തെ രാജ്യം എന്ന് പറഞ്ഞാൽ സ്ലോവാക്യയാണ്. അതായത് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് രാജ്യം. ജോബ് സീക്കിംഗ് വിസയിലേക്ക് വരുന്ന ആൾക്കാരുടെ ഇവിടെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഷ്യൂ അല്ല, നമുക്ക് ഈ പറഞ്ഞ പോർച്ചുഗൽ ആണെങ്കിലും സ്ലോവാക്യ, ഈ രണ്ട് രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മെസ്സേജ് അയച്ച് ചോദിക്കുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് പോകുന്നതും. ഇവിടെ ഈ ഡ്യൂറേഷൻ ആണ് ഇവിടെ ഒരു ഇഷ്യൂ. ഇവിടെ സ്ലോവാക്യ എടുത്താലും പോർച്ചുഗൽ എടുത്താലും നമുക്ക് ഡ്യൂറേഷൻ കുറവാണ്. ഏറ്റവും കുറവുള്ള സ്ലോവാക്യയിലാണ്. ജസ്റ്റ് 90 days നമുക്ക് ഈ ജോബ് സീക്കർ വിസയ്ക്ക് ഉള്ളത് കിട്ടുന്നുള്ളൂ. അതുപോലെ തന്നെ ലാംഗ്വേജ് ഒരു ബാരിയർ ആയിരിക്കും സ്ലോവാക്യയിൽ. ഇനി ഇവിടെയുള്ളൊരു വേറൊരു പ്ലസ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ലോവാക്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ നാഷണൽ ഡി വിസയിലേക്ക്, അതായത് വൺസ് നമുക്ക് ജോബ് റെഡി ആക്കി നമുക്ക് ഡയറക്റ്റ് 3 years നാഷണൽ ഡി വിസയിലേക്ക് അല്ലെങ്കിൽ കാർഡിലേക്ക് നമുക്ക് ഡയറക്റ്റ് മാറാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് വർക്ക് പെർമിറ്റിലേക്ക് മാറാം. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഷോർട്ട് ഡ്യൂറേഷനിൽ ഈ 3 മാസം പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് ജോബ് കണ്ടെത്താനുള്ള ഒരു സ്കിൽസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോബ് കണ്ടെത്താൻ ഒരു ആളോ അവിടെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോവാക്യ പോലത്തുള്ള രാജ്യങ്ങളാണ്. സോ ഇത് സമ്മപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ അടുത്ത് ആരെങ്കിലും ഒരാൾ ജോബ് സീക്കർ വിസ ഉണ്ട് യൂറോപ്പിലേക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും ആ രാജ്യത്തിന്റെ സ്പെസിഫിക് റൂൾസ് എന്താണ്, ആ രാജ്യത്തിലെ എത്ര ഡ്യൂറേഷൻ നമുക്ക് കിട്ടണു, അതുപോലെയുള്ള കാര്യങ്ങൾ എപ്പോഴും നോക്കണം. കാരണം ഇനി ഓക്കെ നമുക്കൊരാളുണ്ട്, നമ്മുടെ ബ്രദറോ ആരെങ്കിലും അവിടെ ഉണ്ട്, നമുക്ക് ഓൾറെഡി ജോബ് സെറ്റാണ് എന്നുള്ള രീതിയിലാണെങ്കിൽ ഓക്കെ നമുക്ക് ആ രാജ്യം ചൂസ് ചെയ്യാം. പക്ഷെ ഇപ്പൊ എൻ്റെ ഒരു കേസ്, അല്ലെങ്കിൽ എന്നെ പോലെ പലരും ആദ്യമായിട്ടൊരു രാജ്യത്തേക്ക് വരുന്ന ആളുകളുണ്ട്, നമുക്ക് വേറെ പ്രത്യേകിച്ച് ആൾക്കാരെ അറിയില്ല. ഈ ഒരു ഏജന്റ് നമ്മൾ, അതല്ലാതെ വേറൊരാളെ അറിയില്ല. അങ്ങനെയുള്ള ആൾക്കാരെ എപ്പോഴും കൺസിഡർ ചെയ്യേണ്ട സ്ഥലം ഡ്യൂറേഷനാണ്. നമുക്കിവിടെ ലീഗലായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ഡ്യൂറേഷനാണ്. ആ ഒരു ഡ്യൂറേഷന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ട് വേണം നിങ്ങൾ ജോബ് സീക്കർ വിസയെ തപ്പാൻ. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഇതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ജർമ്മനിയോ അല്ലെങ്കിൽ ഓസ്ട്രിയ പോലത്തെ രാജ്യങ്ങൾ നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ സ്വീഡൻ ആണെങ്കിൽ പോലും നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ലോങ് പീരീഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ക്വാളിഫൈഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ജോബ് ഫൈൻഡ് ചെയ്യാൻ മേ ബി തുടക്കം ഒരു 3-4 months നിങ്ങൾ സ്ട്രഗിൾ വന്നാൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷന് ആസ്പദമായിട്ടുള്ള നല്ലൊരു ജോലി നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാം. പിന്നെ അതിന്റെ അഡീഷണൽ പ്ലസ് സൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലീഗലി ആയിട്ടാണ് വന്നിട്ടാണ് ജോബ് സെർച്ച് ചെയ്യുന്നത്. സോ ഇവർക്കാണെങ്കിൽ നിങ്ങളെ ഹയർ ചെയ്യുന്ന കമ്പനികൾക്കാണെങ്കിൽ പോലും അതൊരു പ്രശ്നമായിരിക്കില്ല നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതിന്. ഇനി ഇതെല്ലാം ഇതിന്റെ ഗുഡ് സൈഡ്. ഇതിന്റെ നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും ബാക്കപ്പ് സം എമൗണ്ട് കയ്യിൽ വെച്ചിട്ട് വേണം ഇതുപോലുള്ള ഒരു റിസ്കിൽ വരുത്താൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് ഇതിന് ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡും ടൈലും ഉണ്ട്. ഹെഡ് വന്ന് നമ്മൾ ഓക്കെ, നമ്മളെല്ലാം പെർഫെക്റ്റ് ആയ ഓക്കെ, അതുപോലെ തന്നെ ഇത് നെഗറ്റീവ് ആകാം. സോ നിങ്ങൾ റിസ്ക് എടുക്കുമ്പോൾ നിങ്ങൾ പൂച്ച വീഴുന്ന പോലെ 4 കാലിൽ വീഴാൻ ഭാഗത്തിൽ വേണം നിങ്ങൾ റിസ്ക് എടുക്കാൻ. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്യൂറേഷൻ പറഞ്ഞത്. നമുക്ക് ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ കിട്ടണ ജോലി വെച്ചിട്ട് മുടക്കിയ കാശ് നമുക്ക് തിരിച്ചെടുത്തിട്ട് പോരാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുത്താൻ വേണ്ടിയാണ് ഈ ഡ്യൂറേഷൻ പറഞ്ഞത്. അതല്ലാതെ നിങ്ങൾ ഈ 3 മാസം കൊണ്ട് വന്നിട്ട് നിങ്ങൾക്കൊരു ജോബ് ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കാശ് മൊത്തം പോകും. അതേ സെയിം സിറ്റുവേഷൻ തന്നെയാണ് പോർച്ചുഗലിലെ കേസിൽ എടുത്താൽ. നമുക്ക് ആ ഒരു ഷോർട്ട് പീരീഡിൽ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ ആ ഇൻവെസ്റ്റ് ചെയ്ത കാശെല്ലാം പോകും. പിന്നെ ഒരു 1 year കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീണ്ടും വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ. സോ നമ്മൾ ആ ഇൻവെസ്റ്റ് ചെയ്ത ഒരു എമൗണ്ട്, നമ്മുടെ ടൈം എല്ലാം നഷ്ടമാണ്. സോ എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഡ്യൂറേഷൻ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ക്വാളിഫൈഡ് ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ അത് നോക്കുക. ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും വിസ കിട്ടും എന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.